ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ BS ഡ്രീംസ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഈ കാണുന്ന സിങ്കോണിയം പ്ലാന്റിൻ്റെ നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ കെയറും അതുപോലെ തന്നെ ഇതിന് കൊടുക്കുന്ന വളപ്രയോഗവും നന്നായിട്ട് നല്ല ബുഷ് എടുത്താൽ ഇതുപോലെ തിക്കായിട്ട് നമ്മുടെ പ്ലാന്റ് ഈ ചട്ടിയിൽ ഇങ്ങനെ നമ്മൾ പറഞ്ഞാൽ പോട്ടിൽ കംപ്ലീറ്റ് കവറിങ് ആയി നിൽക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം, പിന്നെ ഈ ഒരു പ്ലാന്റിന് കൊടുക്കുന്ന വളപ്രയോഗങ്ങൾ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വെർട്ടിക്കൽ പോട്ടുകളിലും ഒക്കെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. നല്ലൊരു പ്ലാന്റ് ആണിത്. കുറച്ച് ക്രീപ്പിംഗ് ആയിട്ടുള്ള ടൈപ്പാണ് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ് നമ്മുടെ സിങ്കോണിയം. അപ്പോൾ ഈ ഒരു ചെടിയുടെ പരിപാലനവും നമ്മുടെ ഇതിൻ്റെ ഒരു നടിയിൽ രീതിയും പോട്ടിംഗ് മിക്സും ഒക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവേത് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കണ്ടോ, അത്യാവശ്യം നല്ല തിക്കായിട്ട് നമ്മുടെ സിങ്കോണിയം പ്ലാന്റ് നമ്മുടെ പോട്ടിൽ കവറിങ് ആയി നിൽപ്പുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ് നന്ന് തിക്കായിട്ട് വളരാൻ വേണ്ടി ചെയ്യുന്ന കാര്യം ഞാൻ പറയാം. ഇത് കൂടുതലും ക്രീപ്പിംഗ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. അപ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഈ കാണുന്ന പോലെ ചെറിയ വള്ളികൾ ഇതുപോലെ ഇങ്ങനെ നമ്മുടെ പ്ലാന്റിൽ നിന്ന് പൊട്ടി വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ വളച്ച് നമ്മുടെ പോട്ടിനുള്ളിൽ തന്നെ വെച്ച് കൊടുത്ത് അത് തിക്കായി വളർന്നതിന് ശേഷം മാത്രം നമ്മൾ പോട്ടിന് പുറത്തേക്ക് ഇതിനെ പടർത്താനായിട്ട് അനുവദിക്കാവൂ. അതുപോലെ തന്നെ വശങ്ങളിലേക്ക് ഒരുപാട് വരുന്ന വള്ളികൾ നമ്മൾ കട്ട് ചെയ്തൊന്ന് മാറ്റി കൊടുക്കുകയും വേണം. അപ്പോൾ എന്താ ഇപ്പം നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ സാധാരണ സിംഗിൾ ഇതുപോലുള്ള ലീഫുകളാണ് വരുന്നത് കണ്ടോ. ചില സമയങ്ങളിൽ ഇതുപോലെ 3 ലീഫായിട്ട് വരാറുണ്ട് നമ്മുടെ പ്ലാന്റിന്. കണ്ടോ, ഇതുപോലെ 3 സെക്ഷനായിട്ട് 3 ലീഫായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ഒരു നമ്മുടെ ലീഫിൻ്റെ സെൻറ്റർ പോർഷനിലൂടെ വരുന്ന ഈ ഒരു ലൈൻസ് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഗ്രീൻ കളർ ലീവ്സിൻ്റെ ഇടയിൽ ഇതുപോലത്തെ വൈറ്റ് കളർ ലൈൻസ്. അപ്പം ചില സമയങ്ങളിൽ ലീഫ്ലെസ് ആയിട്ട് ഇതുപോലെ വള്ളികൾ മാത്രമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ വരുന്ന വള്ളികളെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. അപ്പം ഇതിലെല്ലാം വേരുകളും വരാറുണ്ട്. ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ്ടോ, ഇതുപോലെ വേരുകൾ വരാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് നടുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ വരുന്ന വള്ളികൾ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ പുതിയ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വരുന്ന പ്രത്യേകിച്ച് റൂട്ടിംഗ് ഹോർമോണിൻ്റെ മറ്റൊന്നും പുരട്ടാതെ തന്നെ എളുപ്പത്തിൽ വേര് പിടിച്ച് കിട്ടുന്ന അടിപൊളി ഒരു ചെടിയാണ് ഈ ഒരു വെറൈറ്റി സിങ്കോണിയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്ലാന്റ് നഴ്സറികളിലൊക്കെ സിങ്കോണിയത്തിൻ്റെയൊക്കെ തന്നെ പല വെറൈറ്റീസ് ഇപ്പോൾ വാങ്ങിക്കാനായിട്ട് അവൈലബിൾ ആണ്. പല റേറ്റുമാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ്സിന്. അപ്പോൾ അതിൻ്റെയൊക്കെ ലീഫിൻ്റെ ഭംഗിക്ക് അനുസരിച്ചായിരിക്കും നമ്മുടെ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത്. ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ നട്ട് വളർത്താൻ പറ്റിയ സിങ്കോണിയം പ്ലാന്റ്സ് ആണ്. ഇവിടെയൊക്കെ ഞാൻ കുറച്ച് സിങ്കോണിയം പ്ലാന്റ്സ് കുഞ്ഞു കുഞ്ഞു പോട്ടുകളിലായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് അതിൻ്റെ ലീഫിൻ്റെ കളറൊക്കെ നമുക്ക് ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സൺലൈറ്റ് ഡയറക്റ്റ് ചെയ്യേണ്ട ലീഫുകളിൽ അടിക്കാതെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ സിങ്കോണിയം വെറൈറ്റീസൊക്കെ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അധികം സൺലൈറ്റ് നമ്മുടെ ലീഫിലൊക്കെ അടിക്കുകയാണെങ്കിൽ ലീഫൊക്കെ ഒന്ന് പഴുക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ലീഫാണ്, നമുക്കിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും. നല്ല ഗ്രീൻ കളർ ലീവ്സാണ് കണ്ടോ. അപ്പോൾ അധികം വളപ്രയോഗമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയൊരു പ്ലാന്റാണിത്. അതുപോലെ തന്നെ ഈ ഒരു ചെടി നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പോട്ടിലാണ് നടുന്നതെന്നുണ്ടെങ്കിൽ പോട്ടിൻ്റെ അടിഭാഗത്ത് നന്നായിട്ട് നമ്മൾ ഹോളിട്ട് കൊടുക്കുക. വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ ഈ ചെടി അഴുകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഈ വെറൈറ്റി ഒന്നും ഫ്ലവറിങ് ആവുന്ന വെറൈറ്റീസ് അല്ല. അപ്പോൾ ലീഫി പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയൊരു പ്ലാന്റാണ്. അപ്പം ഇൻഡോർ ആയിട്ടുമൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ലീഫൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ പൊതുവേ നമ്മുടെ സിങ്കോണിയം പ്ലാന്റ്സ് നമുക്ക് എല്ലാ തരത്തിലുള്ള വളങ്ങളും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ പോട്ട് ചെയ്യുമ്പോൾ കൂടുതലും മണലും ഉണങ്ങിയ ചാണകപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ പ്ലാന്റ്സ് പോട്ട് ചെയ്യാറുള്ളത്, നോർമൽ ഗാർഡൻ സോയിലൂടെ. അപ്പോൾ അധികം വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇടയ്ക്ക് നമുക്ക് ചാണക സ്ലറിയോ മറ്റൊക്കെ ലിക്വിഡായിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ ഒഴിക്കുകയാണെങ്കിൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നതായിരിക്കും. ഇതുപോലെ വരുന്ന നേരത്തെ വള്ളികൾ നമ്മൾ ഈ ഒരു പ്ലാന്റിൽ നിർത്തിയേക്കാതെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞൊക്കെ ഈ ഒരു പ്ലാന്റിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശങ്ങളാണ്. പക്ഷേ കുറച്ച് നെഗറ്റീവായിട്ടുള്ള വശങ്ങളും ഉണ്ട് നമ്മുടെ ഈ ഒരു പ്ലാന്റിന്. നമ്മുടെ ഇൻഡോറായിട്ട് വയ്ക്കുന്ന മിക്ക പ്ലാന്റ്സും കുറച്ച് പോയിസണസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മളതിൻ്റെ ലീഫൊക്കെ പറിച്ച് മാറ്റിയൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം ചെറിയ കറ പോലെ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ചിലരുടെ കൈകളിലൊക്കെ പറ്റുകയാണെങ്കിൽ ചില സമയത്ത് ചൊറിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം കൂടെ ഈ ഒരു പ്ലാന്റ്സ് കട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ചില ഇൻഡോറായിട്ട് വയ്ക്കുന്ന പ്ലാന്റ്സിൻ്റെ പൂമ്പൊടിയും മറ്റുമൊക്കെ പറ്റുകയാണെങ്കിൽ അലർജിക് പ്രോബ്ലംസും അങ്ങനെയൊക്കെ വരാറുണ്ട്. അതാ ഞാൻ ചെറിയൊരു പോട്ടിൽ നട്ട് വളർത്തിയ സിങ്കോണിയം പ്ലാന്റാണ് ഈ കാണുന്നത്. കണ്ടോ, ഒരു 2-3 ചുവടാണ് ഞാൻ ഈ ഒരു പോട്ടിൽ നട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു പോട്ടുകളിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കുഞ്ഞു പോട്ടിലൊക്കെ നടുമ്പോൾ കൂടുതലും ഇതിന് വള്ളിയായിട്ട് പടത്തുന്നേക്കാളും ഇതുപോലെ ബുഷിയാക്കി നിർത്തുന്നതാണ് നല്ലത്. അപ്പോൾ വരുന്ന വള്ളികൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണെങ്കിൽ ഇതുപോലെ ബുഷിയായിട്ട് പ്ലാന്റ് വളർന്നു വരും. അപ്പോൾ ഇതുപോലെ നിർത്തുന്നതായിരിക്കും കൂടുതൽ നമ്മുടെ പ്ലാന്റ് കാണാനായിട്ട് ഭംഗി എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ഒരു പ്ലാന്റൊക്കെ നമ്മൾ ഇൻഡോർ ആയിട്ട് വൈറ്റ് പോട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ട് റൂട്ട് വരുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ 4 പേരാണ് ഈ ഒരു ചെടിക്ക് പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഞെട്ടുതോറും ഇങ്ങനെ വേരുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തന്നെ നമ്മൾ നടന്ന പോട്ടിൽ പെട്ടെന്ന് തന്നെ ഇതങ്ങ് വേര് ഫില്ലാവും. പക്ഷേ ഒരുപാട് വേരങ്ങ് ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ വളങ്ങളൊന്നും എടുക്കാൻ പറ്റാതെ നമ്മുടെ പ്ലാന്റിൻ്റെ ആരോഗ്യത്തെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ റീപോട്ടിങ് മസ്റ്റായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ഒരു പ്ലാന്റാണ് ഈ ഒരു വെറൈറ്റി സിങ്കോണിയം എന്ന് പറയുന്നത്. അപ്പോൾ റീപോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പഴയ വേരുകൾ കുറേയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുത്ത ശേഷം വീണ്ടും സ്പെഷ്യലായിട്ടുള്ള പോട്ടി മിക്സ് നമ്മൾ നിറച്ചിട്ട് വേണം നമ്മുടെ ഈ ഒരു പ്ലാന്റ് വീണ്ടും നമ്മൾ റീപോർട്ട് ചെയ്ത് വെക്കാനായിട്ട്. ആ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഒരു ചെടി കൂടെ നമുക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ പല ചെടികൾ വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇതുപോലെ സിങ്കോണിയം പ്ലാന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കൂടുതൽ ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഈ ഒരു പ്ലാന്റ് എപ്പോഴും ഭംഗിയായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, അതായത് ഇതിൻ്റെ അടിയിലായിട്ട് വരുന്ന ഇതുപോലുള്ള പഴുത്ത ഇലകളുണ്ടല്ലോ, കണ്ടോ, ഇതുപോലുള്ള പഴുത്ത ഇലകൾ നമ്മുടെ പ്ലാന്റിൽ നിർത്തിയേക്കരുത്. നമ്മുടെ പ്ലാന്റിൻ്റെ ഹെൽത്തിനെയും ബാധിക്കും, ആ ഒരു ഭംഗിയും വരില്ല. അതുകൊണ്ട് തന്നെ അതെല്ലാം നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരുപാട് സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റിൻ്റെ ലീഫുകൾ പഴുക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സിങ്കോണിയം പ്ലാന്റ് നട്ട് വളർത്താനായിട്ട് പറ്റുന്നതാണ്. ബിഗിനേഴ്സിന് പോലും എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന പ്ലാന്റാണ്. ഈ കാണുന്ന അടുത്തൊരു സിങ്കോണിയം വെറൈറ്റിയാണ്. അപ്പോൾ കുറച്ച് ഗ്രീനും വൈറ്റും കൂടിയൊക്കെ ചേർന്ന ലീഫ് വരുന്ന സിങ്കോണിയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ ഇൻഡോർ സെറ്റ് ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയാണ്. ലീഫ് കണ്ടോ, ഇതിൻ്റെ എല്ലാ ലീഫാണ് ഇമ്പോർട്ടൻസ്. പ്രൊപ്പഗേഷൻ മെത്തേഡും നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം മെത്തേഡാണ്. ഇതിൽ വരുന്ന വള്ളികൾ കട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ഒരു സിങ്കോണിയിലും കണ്ടോ ഇതുപോലെ വള്ളികൾ പൊട്ടി വരാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ വളർത്താനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു സിങ്കോണിയൊക്കെ പടരുന്ന വെറൈറ്റീസ് ആണെങ്കിൽ പെട്ടെന്ന് സൈഡിൽ വശങ്ങളിലോട്ടൊക്കെ പടർന്ന് ഇറങ്ങാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, പോട്ടിൽ നിന്ന് പുറത്തേക്കൊക്കെ. അപ്പം നമ്മളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അല്ലെങ്കിൽ വളച്ച് നമ്മുടെ പോട്ടിനുള്ളിൽ തന്നെ വെച്ച് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതുപോലുള്ള കുഞ്ഞു പോട്ടുകളിൽ നമുക്ക് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ്സ് അറേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ നടാനായിട്ട് സിങ്കോണി ഇതിനൊരു 3 കട്ടിങ്സോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ പോട്ടി മിക്സ് എന്താ, ഈ പോട്ടിലൊരു കുഞ്ഞു പോട്ടാണ്. അപ്പോൾ നമ്മളിതിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണങ്ങിയ ചാണകപ്പൊടി മണ്ണും മണലൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പ്ലാന്റ് നട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ് ഈ പോട്ടിലേക്ക് നട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കൈകൊണ്ട് ചെറിയ ഹോളുകൾ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചുവട് ഇറക്കി വെച്ച് കൊടുത്താൽ മതിയാവും, കണ്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു 3 ചുവട് നട്ടെടുക്കാം. നമ്മൾ നടാനായിട്ട് എടുക്കുമ്പോൾ ഏകദേശം ഒരേ ഹൈറ്റുള്ള പ്ലാന്റ്സ് എടുക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും. ഞാൻ ഇപ്പോൾ എടുത്തപ്പോൾ 2 വലിപ്പമായിപ്പോയി. നിങ്ങൾ എടുക്കുമ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം, കണ്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പ്ലാന്റ് നമ്മൾ നട്ടെടുത്തിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ തിക്കായിട്ട് വളർന്നു വരുന്നൊരു ചെടിയാണിത്, ഈ സിങ്കോണിയം. അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ ചുവട് ഭാഗം ഞാൻ ഒന്ന് കുറച്ച് മണലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിങ്കോണിയം പ്ലാന്റ്സിൻ്റെ നടീൽ രീതിയെക്കുറിച്ച് പറയാനായിട്ട്. അപ്പം കണ്ടോ, എളുപ്പത്തിൽ ഇതുപോലെ നമുക്ക് നട്ട് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ്.